മക്കളെ ഇന്ന് ഇൻവേഴ്സ് ട്രിഗണോമെട്രി പാർട്ട് 2 അടുത്ത 3 പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി നോക്കിക്കോ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2 ഇതെങ്ങനെ സോൾവ് ചെയ്യും നോക്കാം. കോസ് ഇൻവേഴ്സ് ഓഫ് -x ഇൻവേഴ്സിൻ്റെ ഇക്വേഷനിൽ വരുന്നതാ കോസ് ഇൻവേഴ്സ് ഓഫ് -x is equal to pi minus cos inverse x. Okay, cos inverse of -x is equal to pi minus cos inverse x എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? cos inverse -1/2. അപ്പം ഈ -1/2 എന്നുള്ളത് എന്താണ്? സിമിലർ ടു 1/2 ആണ് അല്ലേ? -x എന്ന് പറയുന്നത് -1/2. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് മാത്രം മതി. ദാറ്റ് മീൻസ് ദ വാല്യൂ മാത്രം മതി. സൈന് സിമ്പിൾ മൈനസ് സിമ്പിൾ നമ്മൾ കൊടുക്കണ്ട. സോ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 എന്ന് കിട്ടും അല്ലേ? ഇനി നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2. ദാറ്റ് ഈസ് നമുക്ക് എന്തെന്ന് പറയാം? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2. ഓക്കെ, ഇനി മിസ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഓർമ്മയുണ്ടോ? നമ്മുടെ കോസ് ഇൻവേഴ്സ് ഒരു വാല്യൂ അല്ലെ, സൈൻ ഇൻവേഴ്സ് ഒരു വാല്യൂ, ടാൻ ഇൻവേഴ്സ് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതേ സീരീസിൽ ആ വാല്യൂ വരുന്നത് ഏതാണെന്ന് നോക്കുക. ഇപ്പം സൈൻ 30 അല്ലേ 1/2 എന്ന് പറയുക. അപ്പം സൈൻ π/6 ഈസ് 1/2. ഈ ഇൻവേഴ്സും ആ ടേമും കൂടെ ഇപ്പോൾ കോസ് ഇൻവേഴ്സും കോസും ക്യാൻസൽ ആവും, സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ആവും. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതേ സീരീസിൽ വരുന്ന വാല്യൂസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും ക്യാൻസലായി കിട്ടും നമുക്ക് അല്ലേ? അപ്പം നമുക്ക് നോക്കാമോ? ഇവിടെ നോക്കിക്കോ, പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2. കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്നത് ഏതാണ്? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് കോസ് π/2 വരുന്നത് കോസ് 60 ആണ് അല്ലേ? കോസ് 60 1/2. സോ കോസ് ഇൻവേഴ്സ് π/3. ഓക്കെ, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് π/3 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2 വരുന്നത് സൈൻ 30 1/2. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π/6. ഓക്കെ ആണോ? ഇനി നോക്കിക്കോ, ഇനി നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാൻ നോക്കാം. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ക്യാൻസൽ ചെയ്തതാ. സോ π/3 ആണല്ലോ. പൈ മൈനസ് π/3 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് സൈനും ക്യാൻസൽ ചെയ്യുമ്പോൾ 2 × π/6 എന്ന് കിട്ടും. ആൻസർ കിട്ടിയില്ല, ഈസി അല്ലേ? അപ്പോൾ പൈ മൈനസ് π/3 പ്ലസ് 2 π/6 ദാറ്റ് ഈസ് പൈ മൈനസ് π/3 3π മൈനസ് π/3 പ്ലസ് 2 π/6. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3π എന്താ 2π/3 പ്ലസ് 2π/6 എന്ന് പറയുന്നത് നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്ത് π/3 എന്ന് പറയാം. ഡിനോമിനേറ്റർ രണ്ടും സെയിം വാല്യൂസ് ആയതുകൊണ്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. ദറ്റ് ഈസ് 2π പ്ലസ് π 3π/3. ഇറ്റ്സ് ആൻസർ ഇസ് പൈ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? പൈ എന്ന് കിട്ടി അല്ലേ? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പൈ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ ആക്കിക്കോ. അപ്പം ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. സോൾവ് ഫോർ എക്സ് 2 tan ഇൻവേഴ്സ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2 കൊസീക്ക് എക്സ് എന്നാ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇപ്പം ഇവിടെ നമ്മൾ ടാൻ ഇൻവേഴ്സിൻ്റെ ആണല്ലേ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ആണ്. ഇപ്പോൾ ഒരു എക്സിനൊരു വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം മിസ് പറഞ്ഞ പോലെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസിൻ്റെ വാല്യൂ വരുന്നെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് എന്താ കിടക്കുന്നത്? 2 tan ഇൻവേഴ്സ് കോസ് എക്സ് എന്നാണ്. ദാറ്റ് മീൻസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണല്ലേ? അപ്പോൾ നമുക്ക് ചെക്കിംഗ് ഫോർ എന്താണ്? ഫോർ ആൻ ഇക്വേഷൻ. നമുക്കൊരു ഇക്വേഷൻ നോക്കാം. 2 tan ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, 2 tan ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഹിയർ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് ആണ് അല്ലേ? എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഈ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇവിടെ എഴുതിയിട്ടുള്ള ഇക്വേഷൻ ഡയറക്റ്റ് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെ? 2 tan ഇൻവേഴ്സ് കോസ് എക്സ് അല്ലേ ഇസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 2 × cos x divided by 1 minus x square.
sorry 1 minus cos square x. നമുക്കറിയാം 1 minus cos square x എന്ന് പറഞ്ഞാൽ sin square x ആണ്. That means sin square x plus cos square x is equal to 1. That is 1 minus cos square x is equal to sin square x, right? 1 minus cos square x is equal to sin square x. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇനി നോക്കിക്കോ, ഞാൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 2 tan inverse cos x is equal to tan inverse 2 cosec x അല്ലേ? അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ tan inverse 2 cos x divided by, ഇപ്പോൾ ഞാൻ അതുപോലെ തന്നെ കൊടുക്കുക, 1 minus cos square x is equal to tan inverse of 2 cosec x. ഇനി മക്കളെ നോക്കിക്കോ, cosec is the reciprocal of sin അല്ലേ? cosec x is the reciprocal of sin ആണ്. അപ്പോൾ 2 by sin x എന്ന് നമുക്ക് എഴുതാലോ അവിടെ. tan inverse of 2 cos x divided by sin square x is equal to tan inverse of 2 by എന്താ sin x. 2 by sin x. രണ്ടിടത്തും ഒരേപോലെ tan inverse ഉണ്ട്. സോ they can cancel each other. അത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടും 2 cos x divided by sin square x is equal to 2 by sin x. Right? ഈ 2ഉം ഈ 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ രണ്ട് 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? cos x by sin square is equal to 1 by sin x എന്ന് കിട്ടും അല്ലേ? അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? നമുക്ക് നോക്കാമോ? നോക്കിക്കോ, 2ഉം 2ഉം ക്യാൻസൽ ചെയ്യും. അപ്പം cos xും sin xും കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് sin x. അപ്പം cos x into sin x is equal to sin square x അല്ലേ? cos x into sin x is equal to sin square x. അതിൽ നിന്ന് എനിക്കൊരു ഫോമാറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ sin square x minus cos x sin x is equal to 0. കാണാമോ നിങ്ങൾക്ക്? ഇതിൽ നിന്ന് sin x കോമൺ എടുത്താൽ sin x into sin x of minus cos x is equal to 0. That means equal to 0 പറഞ്ഞാൽ sin x is equal to 0 and sin x minus cos x is equal to 0. sin x minus cos x 0 എന്ന് പറഞ്ഞാൽ sin x is equal to cos x. Otherwise we can say it's cos x by sin x is equal to 1. That is cot x is equal to value കിട്ടുന്ന രീതിയിൽ എടുക്കണേ. cot x is equal to 1. Solve for x ആയിരുന്നു question. So x is equal to എന്തെന്ന് കിട്ടും? cot inverse of 1. cot inverse of 1 എന്ന് പറഞ്ഞാൽ 1 വരുന്നത് cot pi by 4, that is cot 45. അപ്പം നമുക്ക് എന്തെന്ന് എഴുതാം? x is equal to cot inverse of cot pi by 4. Okay, cot inverse of cot pi by 4, that is cot inverse ഉം cot ഉം കട്ടാകുമ്പോൾ x is equal to pi by 4. So രണ്ട് values exist ചെയ്തു. sin x is equal to 0, that means x is equal to 0 തന്നെ. sin inverse of 0 തന്നെ കിട്ടും. then x-ന് അടുത്ത വാല്യൂ കിട്ടിയത് x is equal to pi by 4 ആണ്. അതിൽ x-ന് ഇപ്പം നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് വാലിഡ് ആയിട്ട് നിൽക്കുമെന്നൊന്ന് നോക്കിയാൽ എല്ലായിടത്തും 0 വന്ന് ഇത് വാലിഡ് ആയിട്ട് നിൽക്കത്തില്ല. പകരം x is equal to pi by 4 നിങ്ങൾ വാല്യൂ ചെക്ക് ചെയ്താൽ മതി. x is equal to pi by 4 കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ വാലിഡ് ആണ് കിട്ടും അല്ലേ? അപ്പോൾ the value of x is pi by 4. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറയാം. ഇത് tan inverse ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടെ 2 tan inverse cos x is equal to tan inverse 2 cosec x എന്നായിരുന്നു ക്വസ്റ്റ്യൻ. സോ 2 tan inverse x is equal to tan inverse 2x divided by 1 minus x square എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ കറസ്പോണ്ടിങ് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് cos x കിട്ടുമ്പോൾ 2 tan inverse cos x is equal to tan inverse of 2 into cos x divided by 1 minus cos square x എന്ന് കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ tan inverse 2 cos x divided by 1 minus cos square x is equal to ക്വസ്റ്റ്യനിൽ നിന്ന് RHS എടുത്ത് ഇക്വേറ്റ് ചെയ്യുക. tan inverse of 2 cosec x എന്ന് കൊടുത്തു. അതിൽ നിന്ന് tan inverse of 2 cos x divided by 1 minus cos square x sin square x. That means sin square x plus cos square x is equal to 1. അല്ലേ മക്കളെ? sin square x plus cos square x is equal to 1. That means 1 minus cos square x is equal to sin square x. That is sin square x is equal to tan inverse of 2 by sin x. cosec എന്ന് പറയുന്ന സൈനിൻ്റെ റെസിപ്രോക്കൽ. സോ 2 by sin x. ഓക്കെ ആണോ? ഇനി
tan inverse രണ്ട് സൈഡും ഉള്ളതുകൊണ്ട് they cancel each other. അപ്പോൾ അത് ക്യാൻസൽ ആയി പോകും. സോ 2 cos x ഡിവൈഡ് ബൈ sin square s is equal to 2 by sin x. 2 രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് ന്യൂമറേറ്റർ ഉള്ളത് ഞാൻ അതും ക്യാൻസൽ ചെയ്തു. സോ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന sin x cos x by sin square x is equal to 1 by sin x. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ cos x into sin x is equal to sin square x. ഇനി അതിന് ഞാൻ എന്ത് കൊടുത്തു? sin square x minus cos x into sin x is equal to 0. ഇതിൽ നിന്നൊരു sin x കോമൺ എടുക്കാം. sin x കോമൺ എടുക്കുമ്പോൾ sin x into sin x minus cos x is equal to 0. That is sin x, ഈ term tends to 0 and the next term tends to 0. So sin x is equal to 0. That means x is equal to sin inverse 0, 0. And sin x minus cos x is equal to 0. That is sin x is equal to cos x. ഇതിനെ ഞാൻ cos x divided by sin x is equal to 1 എന്ന് പറഞ്ഞു. That is cot x is equal to 1 എന്ന് എനിക്ക് കിട്ടി. cot x is equal to 1 കിട്ടിക്കഴിഞ്ഞാൽ x is equal to cot inverse 1. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും മിസ്സിന് sin by cos എടുത്താൽ പോരെ. sin by cos എടുത്താൽ tan കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? tan x is equal to 1. x is equal to tan inverse of 1 എന്ന് പറയുന്നത് 45. That is pi by 4. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തത് വെച്ച് cot x is equal to 1, that is x is equal to cot inverse 1, where x is equal to cot inverse of cot pi by 4, x is equal to pi by 4. വേറൊരു മെത്തേഡ് എടുക്കാം. sin is equal to cos x. അപ്പോൾ sin x by cos x is equal to 1, that is tan x is equal to 1, where x is equal to tan inverse of 1. tan inverse of 1 പറഞ്ഞാലും എന്ത് തന്നെയാണ്? tan pi by 4 ആണ്. അപ്പോൾ tan inverse ടാനും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് x is equal to pi by 4 എന്ന് തന്നെ കിട്ടും. സോ എക്സിന് രണ്ട് വാല്യൂ x is equal to 0 x is equal to pi by 4. ക്വസ്റ്റ്യൻ വാലിഡ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാലൻസ് ആവണമെങ്കിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പകരം നമ്മൾ എന്ത് തന്നെ കൊടുക്കണം? pi by 4 തന്നെ കൊടുക്കണം. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ദ വാല്യൂ ഓർ ദ സൊല്യൂഷൻ ഓഫ് x is pi by 4. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാമോ? Okay, the third question or the sixth question. The sixth question is solve for x again. Tan inverse 3x plus tan inverse 2x is equal to pi by 4. അപ്പോൾ tan inverse 3x plus tan inverse 2x അല്ലേ? അപ്പോൾ ഇതെങ്ങനെ ചെയ്യും എന്ന് വെച്ചാൽ നമുക്കൊരു ഫോമാറ്റ് എടുത്തൂടെ, ഇക്വേഷൻ കൺവേർട്ട് ചെയ്തൂടെ. tan inverse a plus tan inverse b എന്നെടുത്തൂടെ. tan inverse a plus tan inverse b is equal to tan inverse a plus b divided by 1 minus ab എന്നൊരു ഇക്വേഷൻ നമുക്കുണ്ട്. ഓക്കെ, tan inverse a plus tan inverse b is equal to tan inverse a plus b divided by ab. ഓക്കെ, അപ്പം നോക്കിക്കോ, tan inverse a plus tan inverse b ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? a എന്ന് പറയുന്നത് 3x ആണ്, b എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത് tan inverse 3x plus tan inverse 2x is equal to tan inverse of 3x plus 2x divided by 1 minus 3x into 2x. Okay, that is tan inverse of 3x plus 2x is 5x divided by 1 minus 6x square. അല്ലേ? 1 minus 6x square is equal to pi by 4. That is tan inverse of 5x divided by 1 minus 6x square is equal to pi by 4 എന്നുള്ളത് pi by 4 ഞാനത് അങ്ങനെ കൊടുത്തു. ഒരു സ്റ്റെപ്പ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തി നോക്കിയോ. ഇനി tan inverse 5x divided by 1 minus 6x square is equal to pi by 4. That is 5x divided by 1 minus 6x square is equal to tan pi by 4 എന്ന് പറഞ്ഞൂടെ അല്ലേ? tan ഇൻവേഴ്സ് ഓഫ് ആണ് ഇവിടെ കിടക്കുക LHSൽ. അത് റൈറ്റ് സൈഡ് പോകുമ്പോൾ tan ആകത്തില്ലേ? tan pi by 4 എന്താ? tan 45 എന്നാ. pi by 4 എന്ന് പറഞ്ഞാൽ tan 45 എന്നാ. 45 എന്നാ മീനിങ്. അപ്പോൾ tan 45 എന്താ? 1 ആ അല്ലേ? tan 45 എന്ന് പറയുന്നത് 1 എന്നാണ് മീനിങ്. സോ നമുക്കതിനെ ഇവിടെ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ലേ മക്കളെ? tan 45 is 1. So 5x divided by 1 minus 6x square is equal to 1. Right? 5x divided by 1 minus 6x square is equal to 1. ഇതിൽ നിന്ന് നമുക്ക് എന്തെന്ന് പറയാം? 5x is equal to 1 minus 6x square ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാമല്ലോ. ഞാൻ ഇങ്ങോട്ട് എഴുതേ. ഇക്വേഷൻ ഉണ്ടാക്കാമല്ലോ. 5x plus 6x square minus 1 is equal to 0. That is 6x square plus 5x minus 1 is equal to 0. ഇനി ഇതിനെ ഞാൻ റീഅറേഞ്ച് ചെയ്യാൻ പോവാം. നോക്കാം. 6x square
പ്ലസ് 6x മൈനസ് എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. അപ്പം 6x മൈനസ് എക്സും കൂടെ പ്ലസ് 5x എന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലേ. ഇനി ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ പോരെ, ഓർഡർ ആക്കി എടുത്താൽ പോരെ. 6x ഇൻറ്റു എക്സ്, ഇവിടെ 6x സ്ക്വയറും ഇവിടെ 6xും ഉണ്ട്. സോ ഞാൻ 6x കോമൺ എടുത്താൽ ഇവിടെ നിന്നൊരു എക്സും വരും, പ്ലസ് 1 എന്നും കിട്ടും അല്ലേ. ഇവിടെ നിന്നൊരു മൈനസ് കോമൺ എടുത്താൽ എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. ആണോ? സി ഈക്വൽ ടു 0 മൈനസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. ഫാക്ടേഴ്സ്, ഫാക്ടറൈസേഷൻ നിങ്ങൾ 8ൽ പഠിച്ചിട്ടുണ്ടാവും. ഇത് സിമ്പിളായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ലേ. സോ നമ്മുടെ ഒരു ഫാക്ടർ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. ഇനി 6x ഇൻറ്റു മൈനസ് ഓഫ് ഇത്, മൈനസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 1 എന്നുണ്ടല്ലോ. അപ്പം നമുക്ക് എന്ത് പറയാം, 6x മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 ഇന്ന് എന്തെന്ന് പറയാം, എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1ഉം 6x മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ 6x ഇസ് ഈക്വൽ ടു 1, എക്സ് ഇസ് ഈക്വൽ ടു 1/6. അപ്പോൾ ഇതിൻ്റെ വാല്യൂസും കിട്ടിയില്ലേ, ഇവിടെയും വാല്യൂസ് കിട്ടില്ല. ഇത് സിമ്പിളായ ഒരു ക്വസ്റ്റൻ ആയിരുന്നു. tan ഇൻവേഴ്സ് 3x പ്ലസ് tan ഇൻവേഴ്സ് 2x ഇസ് ഈക്വൽ ടു π/4. ദാറ്റ് ഇസ് tan ഇൻവേഴ്സ് a പ്ലസ് tan ഇൻവേഴ്സ് b ഇസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് a പ്ലസ് b ഡിവൈഡ് ബൈ 1 മൈനസ് എ ബി എന്നൊരു ഇക്വേഷനാണ് ഉള്ളത്. സോ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, tan ഇൻവേഴ്സ് 3xും tan ഇൻവേഴ്സ് 2xും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടും tan ഇൻവേഴ്സ് 3x പ്ലസ് tan ഇൻവേഴ്സ് 2x ഇസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 3x പ്ലസ് 2x ബൈ 1 മൈനസ് 2x ഇൻറ്റു 3x. ദാറ്റ് ഇസ് tan ഇൻവേഴ്സ് 5x ഡിവൈഡ് ബൈ 1 മൈനസ് 6x സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നു എൽ എച്ച് എസുമായിട്ട്, ക്വസ്റ്റ്യനിൽ എൽ എച്ച് എസ് ആർ എച്ച് എസുമായിട്ട് ഇക്വേറ്റ് ചെയ്യാണ്. ദാറ്റ് ഇസ് π/4. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു π/4. ദാറ്റ് മീൻസ് tan ഇൻവേഴ്സ് 5x ഡിവൈഡ് ബൈ 1 മൈനസ് 6x സ്ക്വയർ ഇസ് ഈക്വൽ ടു π/4. ഈ tan ഇൻവേഴ്സ് എൽ എച്ച് എസിലുള്ളത് നമുക്ക് റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് എന്തെന്ന് കിട്ടും, എന്തെന്നാ കിട്ടുക, tan π/4 എന്ന് കിട്ടും. അപ്പോൾ 5x ഡിവൈഡ് ബൈ 1 മൈനസ് 6x സ്ക്വയർ tan π/4, ദാറ്റ് ഇസ് 5x ഡിവൈഡ് ബൈ 1 മൈനസ് 6x സ്ക്വയർ ഇസ് 1. tan π/4 1 അല്ലേ, ഈസ് 1. അപ്പോൾ 5x ഇസ് ഈക്വൽ ടു 1 മൈനസ് 6x സ്ക്വയർ എന്നായോ. 5x ഇസ് ഈക്വൽ ടു 1 മൈനസ് 6x സ്ക്വയർ. ഇതിൽ നിന്ന് 5x പ്ലസ് 6x സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 അല്ലേ, is equal to 0. That is 6x square plus 5x minus 1 is equal to 0. That is, ഇനി ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ 5xും ഇവിടെ 6xും, അപ്പം പ്ലസ് 5x ആയിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ 6x സ്ക്വയർ പ്ലസ് 6x മൈനസ് എക്സ് എന്ന് കൊടുത്തു അല്ലേ. പ്ലസ് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പ്ലസ് 6x മൈനസ് എക്സ് എന്ന് കൊടുത്തപ്പം ആൻസർ ഇസ് എന്താണ്, 5x തന്നെയാണ്. ഇതിൽ നിന്ന് എനിക്കൊരു 6x കോമൺ എടുക്കാനും പറ്റും. സോ ഞാൻ കോമൺ 6x എടുത്തപ്പോൾ 6x ഇൻറ്റു എക്സ് പ്ലസ് 1 മൈനസ് ഓഫ് 1 ഇൻറ്റു ഈ എക്സ് മൈനസ് 1 എന്നുള്ളത് ഒരു മൈനസ് 1 കോമൺ എടുത്തത് കൊണ്ട് എക്സ് പ്ലസ് 1 ആയി അല്ലേ, മൈനസ് ഓഫ് മൈനസ് പ്ലസ്. അപ്പോൾ ഇവിടെ നിന്നുള്ള മൈനസ് 1നെ ഞാനൊരു മൈനസ് പുറത്തെടുത്താൽ ഉള്ളിൽ പ്ലസ് 1 ആവും അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ആയില്ലേ. സോ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. എക്സ് പ്ലസ് 1 കോമൺ ഒരു ഫാക്ടറാണ്, എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 കിട്ടി. ദെൻ അടുത്ത ഫാക്ടർ 6x മൈനസ് 1 ആണ്. 6x മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 6x ഇസ് ഈക്വൽ ടു 1, എക്സ് ഇസ് ഈക്വൽ ടു 1/6 എന്ന് കിട്ടി. ഇപ്പം നമ്മുടെ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടില്ലേ. ഇനി എക്സ് ഇസ് ഈക്വൽ ടു -1 എന്നുള്ള വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ക്വസ്റ്റനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ π/4 വാലിഡ് ആണോ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വാലിഡ് അല്ല, പക്ഷേ വാലിഡ് ആവുന്ന ഏതായിരിക്കും, എക്സ് ഇസ് ഈക്വൽ ടു 1/6 കൊടുത്താൽ ഈ ഇക്വേഷൻ വാലിഡ് ആയിരിക്കും. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 1/6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ്, ഈ ഇക്വേഷൻ ഹോൾഡ് ചെയ്യും അല്ലെങ്കിൽ ഇക്വേഷൻ ബാലൻസ് ആണ്, വാലിഡ് ആണ്. അങ്ങനെ ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ നെക്സ്റ്റ് 3 പ്രോബ്ലംസും കൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആൻസർ ചെയ്യാം. അല്ല ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ അതും ഞാൻ ചെയ്യാം. പാർട്ട് 3 വീഡിയോ ഉറപ്പായിട്ടും ചെയ്യും, അത് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രി നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഇൻവേഴ്സ് വരുന്ന കുറേ പ്രോബ്ലംസ് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിൻ്റെ വാല്യൂ സൊല്യൂഷൻ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഈ 2 പാർട്ടിലായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് അർച്ചനാസ് അക്കാഡമി ക്ലാസ് 11-12ൻ്റെ 11th-നും 12th-നും വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ചാനലാണ്. ഞാൻ അർച്ചന. എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് കമൻറ്റ് ചെയ്യണം. ദെൻ താങ്ക് യു മക്കളെ.